ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാട്ടോ. കാരണം രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് മുട്ടപ്പത്തിലാണ് കേട്ടോ. ഓട്ടട എന്നൊക്കെ പറയില്ലേ, ഇതിപ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പൊക്കെ മൈദ എടുക്കുക. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് ഭയങ്കര ലൂസായിട്ടല്ല കേട്ടോ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഒന്നും വെള്ളം ഒഴിക്കണ്ട, നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പം ഈ ഒരു ഓട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 2 രീതിയിലുള്ള ഓട് കിട്ടും. ഒന്ന് ഇതുപോലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് ഹൈറ്റിലുള്ളതും ഉണ്ട്. പക്ഷേ നമ്മൾ ഗ്യാസിലെല്ലാം ഉണ്ടാക്കുമ്പം ഈ ഒരു രീതിയിലുള്ള ഓടാണ് കേട്ടോ നല്ലത്, കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നാൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന് ഓരോരോ കയ്യിലായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ദോശയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര ഫ്ലാറ്റായിട്ട് വേണ്ട, ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, ഒന്നിങ്ങനെ ഇതായി കൊടുക്കുക കേട്ടോ. അപ്പം തന്നെ ഇതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഡോട്ട്സും കാര്യങ്ങളൊക്കെ വരും. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായി കിട്ടും. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതെന്താ അപ്പം, ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇതിൻ്റെ കൂടെ എന്താ പറയുക തേങ്ങപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ കറി കൂട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പം അങ്ങനത്തെ പണികളൊക്കെ തീർക്കലാണ് കേട്ടോ. ഇതുപോലത്തെ ഈ ഒരു ചെറിയ ഗ്ലാസ് ജാറില്ലേ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, ഇതിപ്പം ഐക്യന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു സെറ്റിൽ 4 എണ്ണമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഐറ്റംസ് ഇല്ലേ, നമ്മളിപ്പോൾ ജീരകം, കടുക്, എന്താ പറയുക ഉലുവ, അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ജാറാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇന്നിപ്പം അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കലാണ്. ഇത് കൂടാതെ ഒരുപാട് എന്താ പറയുക സ്പൈസ്, ഇങ്ങനത്തെ എന്താ പറയുക ഏലക്കായ് അങ്ങനത്തെ എല്ലാം ഇല്ലേ, അതും ഇതുപോലത്തെ ജാറിൽ തന്നെയാണ് കേട്ടോ ഇട്ട് വെക്കൽ. പിന്നെ അതൊന്നും തീർന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോയ ഐറ്റംസ് എല്ലാം ഇങ്ങനത്തെ ജാറും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെയെല്ലാം ഫില്ല് ചെയ്തെടുക്കലാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഐറ്റംസിലും ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വെക്കൽ. ഇത് ഞാൻ ട്രെൻഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ എല്ലിൻ്റെയും മേലെ ഇതുപോലെ ലാബിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് ജസ്റ്റ് സ്കെച്ച് പെന്നെ കൊണ്ട് എഴുതിയിട്ട് ഇങ്ങനെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചതാണ്. പക്ഷെ ഞാൻ ക്ലീൻ ചെയ്ത സമയത്ത് ആ എഴുതിയിലൊക്കെ വെള്ളം കയറി അത് മൊത്തം ഇങ്ങനെ ഇതായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് കളയാം. പിന്നെ ഇങ്ങനെ പിക്ചർ ഒട്ടിച്ചത് പറിച്ചെടുക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടായിട്ടില്ല, പിന്നെ അതങ്ങനെ വിട്ട്. അപ്പോൾ ഇതങ്ങനെ ഓരോന്നിലും ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കലാന്ന് കേട്ടോ. ഇതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസില്ലേ, അരിപ്പൊടി, പുട്ടുപൊടി, പത്തലൊടി, അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പെട്ടെന്ന് എടുക്കാനുള്ളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കും. പിന്നെയും 5 കിലോ ഒക്കെ ഉള്ളത് വേറൊരു ബോട്ടിൽ വെക്കും. ഇതുപോലെ വേഗമുള്ള ആവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വെക്കൽ. ഇതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലായതുകൊണ്ട് എനിക്കിപ്പോൾ കിച്ചൺ കബേർഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഈ ഒരു ടൈപ്പിലായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഇതുപോലത്തെ 10 ബോട്ടിൽ പിടിക്കും, 10-12 എങ്ങാനും പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു സ്പേസ് നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് വലിയ ബോട്ടിലാകുമ്പോൾ കുറച്ച് ഐറ്റംസ് അല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു കണ്ടെയ്നർ. എപ്പോഴുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഇങ്ങനത്തെ ചായപ്പൊടി, പഞ്ചസാര, പാൽപ്പൊടിയെല്ലാം ഇല്ലേ, ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ വെക്കൽ. ഇനിയിപ്പം പാൽപ്പൊടി ഉണ്ട്, അപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും തീർന്നുകൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കലാണ്. പിന്നെ ഇത് ഞാൻ ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നിപ്പില്ലേ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു പാക്കറ്റ് വേർമസെല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിചാരിച്ച് ഇത് വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന്. സേമിയ പായസത്തിനേക്കാളും എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടം പുഡിങ്ങാണ്.
അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചെടുക്കലാണ്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ പുഡിങ് ഉണ്ടാക്കുക. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗീക്ക് പകരമായിട്ട് ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഗീയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കാഷ്യോ കിസ്മിസോ എന്താണോ ഇഷ്ടം അതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ ഈ ഒരു വേർമസെല്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം 150 ഗ്രാമിൻ്റെ സേമിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഈ ഒരു സേമിയ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല, കാരണം എന്തായാലും നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക. ഇതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് പാലെല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി, അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇതായിട്ട് കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ അടിയിലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ നന്നായിട്ട് ഈ കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി ഇതെല്ലാം ഒന്ന് കുക്കായി വരുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു പുഡിംഗ് ട്രേയിൽ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു വേർമിസെല്ലിൻ്റെ മിക്സില്ലേ, അത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്, കാരണം നമുക്ക് മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ കുറച്ചിങ്ങനെ താഴെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിൻ്റെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ വീണ്ടും ഇങ്ങനെ സൈഡിലായിട്ട് ഒരു എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഒന്നിക്കലും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ബദാം ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ചെറിയ 2 പാത്രത്തിലും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലത്തെ പുഡിംഗ് ട്രേയിൽ അല്ലെങ്കിൽ ചെറിയ ബൗളിൽ വേണമെങ്കിൽ പാർട്ടിയിൽ വരുമ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് തണുത്തിച്ചെല്ലാം കഴിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. പിന്നെ ഇതായിരുന്നു ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇതായത് 1 കിലോനേക്കാൾ കുറച്ചധികമുള്ള ചിക്കനാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എത്ര നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതാ ഒന്ന് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഉച്ചക്കേക്ക് ബീഫ് കറി നെയ്ച്ചോറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ഒരു ബീഫ് കറി ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. ജസ്റ്റ് ഒന്ന് കാണിക്കുക. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത 1/2 കിലോ ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വഴറ്റിയെടുത്തിട്ടല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഈസിയാന്ന് പറയുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ പോയിട്ട് ഒരു 15-20 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ബീഫ് റെഡിയായി കിട്ടും.
അപ്പോൾ ഇത് റെഡിയാവുന്ന ടൈം കൊണ്ട് അതിൻ്റെ ഇടയിൽ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിൻ്റെ ബീഫ് കറീൻ്റെയൊക്കെ റെസിപ്പി ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെയ്ച്ചോറും കൂടെ അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ബീഫ് ആയ ശേഷം ഇതൊന്ന് കാച്ചി വയ്ക്കലാണ്. ഞാനിതാ ഈ ഒരു കുക്കറിന്ന് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് ഇതാ വേറൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പം ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് കാച്ചി വയ്ക്കലാണ്. അപ്പോൾ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. നല്ലൊരു ഈസി ആയിട്ടുള്ള കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ഈസിയാണ്. അപ്പോൾ ഇത് അതിൻ്റെ അടിയിൽ നെയ്ച്ചോറും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഇതാ ഈ ഒരു ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കലാണ്. ഞാനിതാ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് കോൺഫ്ലവർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതൊരു ഹാഫ് കുക്കാകുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചില സമയത്ത് മൂടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടിയോ അല്ലെങ്കിൽ ഗസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ മടിയുണ്ടെങ്കിൽ എല്ലാ ചട്ടിയും കുടിക്കൊക്കെ ടേബിളിലുണ്ടാവും. എല്ലാ ദിവസവും ഇങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കൽ. ഓരോരോ മൂഡ് പോലെയാണ്. അപ്പം അങ്ങനെ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈ എല്ലാം ഇന്നത്തെ ഉച്ച ഫുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പുഡിങ്ങും കൂടി എടുക്കലാന്ന് കേട്ടോ. ഇതും നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതും ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്ക്. അങ്ങനെ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ ഇതാ ഒന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങലാണ്. ഈ ഒരു വീഡിയോൻ്റെ ബാക്കിൽ കേൾക്കുന്ന വോയിസ് എൻ്റെ മോൾ എന്നെ തന്നെ ട്രോൾ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. എവിടെയാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഐക്യയിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. കാരണം അവിടെ നിന്നൊരു സാധനം വാങ്ങിക്കാണ്ടായിന്. അങ്ങനെ നേരെ ഐക്യയിലേക്ക് പോയി. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം മോനിക്ക് നാട്ടിൽ പോയി വന്നുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഫസ്റ്റ് തന്നെ അവിടത്തേക്കാണ് കേട്ടോ പോയത്. ഈ ഒരു സിനിമന്ന് ഈ ഒരു റോള് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് കഴിച്ച് അത് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഷോപ്പിങ്ങിലേക്ക് പോകാൻ വിടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിച്ച്, അതുപോലെ തന്നെ എനിക്കും ഈ ഒരു കാരിഫോറിൽ കിട്ടുന്ന ഈ ഒരു പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതെല്ലാ കാരിഫോറിൽ കിട്ടില്ല കേട്ടോ. ഇത് ഏറ്റവും ടേസ്റ്റ് മാൾ ഓഫ് എമിറേറ്റ്സിൽ കിട്ടുന്നതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കാണലുണ്ട്. പിന്നെ ദേരാ സിറ്റി സെൻറ്ററിലൊന്നും ഇത് കാണലില്ല. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഐക്യയിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. പിന്നില്ലേ നാട്ടിൽ നിന്ന് കിച്ചൺ ടൂർ ചെയ്യുമ്പോഴും ഒരുപാട് ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഓർഗനൈസിങ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കണ്ടെയ്നർ. ഇത് ഞാൻ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചോദിക്കലുണ്ട് ഈ ഒരു സംഭവം ഇത് എവിടുന്നാണ് വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. ഇത് ഐക്യന്ന് വാങ്ങിയ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ 2 സൈസ് ഉണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അപ്പം ഞാൻ അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇൻഷാല്ല ദുബായിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പോകുന്നതാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ 2 പാത്രങ്ങളാണ് കേട്ടോ. ഇത് രണ്ടും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഐക്യന്നാണ്. അപ്പം അങ്ങനെ അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും ഐക്യയിൽ വന്നു കഴിഞ്ഞാൽ മറക്കാണ്ട് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു കണ്ടെയ്നറൊക്കെ കിട്ടി. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കലുണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐക്യെന്നും ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു പോട്ട് ഇത് ഐക്യയിലും ഉണ്ട് ഹോം സെൻറ്ററിലും ഉണ്ട്. റേറ്റിൽ ചിലപ്പം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകും. പിന്നെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ 5-10 ദിർഹംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചേഞ്ചസ് എല്ലാം വരുത്തുന്നുണ്ട്. അപ്പം ഇവിടെ ആയാലും ഇതുപോലെ തന്നെ 2 സൈസ് ഉണ്ട്, ചെറുതും വലുതും ഉണ്ട്. അതുപോലെ തന്നെ ഹോം സെൻറ്ററിലും ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു മിക്സിംഗ് ബൗളിലെ അധിക വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ കാണലുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതും ഐക്യൻ്റെ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ വുഡിൻ്റെ മാത്രമല്ല, അങ്ങനെ ഒരുപാട് ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ബൗളിൻ്റെ തന്നെ ലാർജ്, മീഡിയം, സ്മോൾ ഈ ഒരു 3 സൈസും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറൊരു ഷേപ്പും കൂടി ഇന്ന് കണ്ടിട്ടുണ്ടായിന്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെയും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡുവേ കവറും സെറ്റിലും. അപ്പോൾ ഈ ഐറ്റംസെല്ലാം ഞാൻ എടുക്കൽ ഐക്യം തന്നെയാണ്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കിയെടുക്കുന്നതാണെങ്കിൽ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. നമ്മൾ കയ്യിലുള്ള ഡുവേൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. ചില സമയത്ത് ചിലതിന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നല്ല ഐറ്റം കിട്ടും കേട്ടോ. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഡുവേ കവറിൻ്റെ സെക്ഷനും കാര്യങ്ങളും. അതുപോലെ തന്നെ ഫിറ്റഡ് ഷീറ്റും നോർമൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇനി ഒരു ഡുവേയും കൂടി ഈ ഒരു ഐക്യം തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. എന്താ പറയുക, നമുക്ക് വാം വേണോ കൂൾ വേണോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി സെലക്ട് ചെയ്താൽ മതി. പ്രൈസും കാര്യങ്ങളും സൈസും എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പം അങ്ങനെ ഈ ഒരു ഐറ്റംസെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇന്ന് ഐക്യയിലേക്ക് പ്രധാനമായിട്ട് പോകാനുള്ള കാര്യം ഒരു ലാമ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ എന്താ പറയുക എടുക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഐക്യയിലേക്ക് പോയിട്ടുണ്ടായത്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഐക്യയിൽ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. പക്ഷെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ പറ്റുന്ന പോലെ ചെറിയ രീതിയിലെല്ലാം എടുത്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിച്ച എന്താ പറയുക ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ കാണിക്കാമെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് ഐക്യയിലെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമ്മളങ്ങനെ ഐക്യയിലെ പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ആദാമിൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. ഇവിടത്തേക്ക് വരാനൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഷെഫില്ലേ ആബിദ റഷീദ്, അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അങ്ങനെ വിചാരിച്ച് അവിടെ പോയിട്ട് ഫുഡും കഴിക്കുക, ഓരോരുത്തർ കുറച്ച് സംസാരിക്കുകയും ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടത്തേക്കാണ് കേട്ടോ പോയത്. പോയി നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, നല്ല പരിചയമുള്ളവരെ പോലെ നല്ലോണം ഇരുന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ച് ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ആദ്യമായിട്ട് കാണുന്നൊരു ഫീലോ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുഡിനെക്കുറിച്ചും അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ച് പിന്നെ അവരെ എന്താ പറയുക ബിരിയാണിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അടിപൊളി പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു, ആപ്രിക്കോട്ട് പുഡിങ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു അടിപൊളി ഡിന്നറായിരുന്നു. പിന്നെ ഓരോ കാണാൻ പറ്റിയതിനും എന്താ പറയുക ഒരുപാട് ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.